കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 20, തിരുവചനങ്ങൾ 11 മുതൽ. അക്കാലത്ത് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്നെന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസങ്ങളിലെല്ലാം ഉദ്ധിതനായ കർത്താവിനെ അവിടുത്തെ ശിഷ്യരും മറ്റുള്ളവരും കണ്ടുമുട്ടുന്നതിൻ്റെയൊക്കെ ഒത്തിരി കഥകൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ ഒരുപക്ഷെ ഏറ്റവും വ്യക്തിപരമായ ജീവൻ്റെ ഒരു തേജസ്സും ഈശോയുള്ള വ്യക്തിപരമായ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കൊരു കാര്യമറിയാം, കർത്താവിൻ്റെ പീഡാസഹന വേളയിൽ ഏറ്റവും അധികം കർത്താവിനോട് ചേർന്ന് നിന്നവരാണ് കർത്താവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീജനങ്ങൾ. അതിലേറ്റവും മുൻപിലുണ്ടായിരുന്ന ഒരാളാണ് മഗ്ദലേന മറിയം. മറ്റ് ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, യോഹന്നാൻ ഒഴികെ മറ്റെല്ലാവരും ഓടിപ്പോയപ്പോഴും പരിശുദ്ധ കന്യകാമറിയവും മഗ്ദലേന മറിയവും ജെറുസലേമിൽ നിന്നുള്ള മറ്റു സ്ത്രീകളും അങ്ങനെ ഇവരായിട്ടുള്ള കുറേ ആളുകളാണ് കർത്താവിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒത്തിരി ആളുകൾ. വീണ്ടും പുലരിയിൽ കർത്താവിൻ്റെ കല്ലറയിലേക്ക് സുഗന്ധക്കൂട്ടുമായിട്ട് പോയ സ്ത്രീകളെ നമ്മൾ ഇതിന് തൊട്ടു മുമ്പത്തെ വചനഭാഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയം ഉണ്ടായിരുന്നു. ഈ മഗ്ദലേന മറിയമാണ് ഏറ്റവും ആദ്യം ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയുന്നത് ഇതാണ്, കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് കേട്ടിട്ടാണ് യോഹന്നാനും പത്രോസും കല്ലറയിലേക്ക് ഓടി വന്ന് ശൂന്യമായ കല്ലറ കണ്ട് കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്. അപ്പോഴും മറിയം ഈ ഒരു കാര്യത്തിൽ നിന്ന് പിടിപെട്ടിട്ടില്ല. ഒരു പക്ഷേ ലൂക്കായുടെ സുവിശേഷം പറയുന്നത് പോലെ അവളിൽ നിന്ന് കർത്താവ് 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കിയിരുന്നു. അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ അർത്ഥവും മൂല്യവും ഒക്കെ അവൾക്ക് തിരിച്ചു കിട്ടിയത് കർത്താവിൽ നിന്നാണ്. അപ്പോൾ കർത്താവുമായിട്ട് ഏറ്റവും വ്യക്തിപരമായ ഒരു ബന്ധം, അവൾക്ക് വളരെ ജീവിതത്തിന് അർത്ഥം കൊടുത്തതും ജീവിതത്തിന് ആഴം നൽകിയതും ജീവിതത്തിനൊരു തെളിച്ചമൊക്കെ നൽകിയത് കർത്താവാണ്. അപ്പോൾ മറ്റാരേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ ഈ ഒരു വേർപാട് അവൾ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുണ്ടാകും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോഴും മറിയം പറയുന്ന കാര്യം എന്താണ്? കല്ലറയിലേക്ക് നോക്കുമ്പോൾ വീണ്ടും മറിയത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? അവൾ വീണ്ടും പറയുന്നു, എൻ്റെ കർത്താവിനെ ആരും എടുത്തുകൊണ്ടുപോയി. ഈശോ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? വീണ്ടും അവൾ പറയാണ്, എൻ്റെ കർത്താവിനെ ആരും എടുത്തുകൊണ്ടുപോയി. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോഴും മറിയം അന്വേഷിക്കുന്നത് ക്രൂശിതനായ കുരിശിൽ മരിച്ച കർത്താവിനെയാണ്. ഉദ്ധാനം ചെയ്ത കർത്താവിനെ അവൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അവൾ ഇപ്പോഴും അവളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടതിലേക്ക് നോക്കി അവൾ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ ഉള്ളിൽ ആ ഒരു വേർപാട്, ആ ഒരു കർത്താവിൻ്റെ കുരിശുമരണവും പീഡാസഹനവും ഒക്കെ അത്ര വലിയ ഒരു വേദന ഉണ്ടാക്കിയ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോഴും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. ഒരുപക്ഷെ ഈ ഒരു ആഴമേറിയ മറിയത്തിന് ഈശോയോടുണ്ടായിരുന്ന
കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന് മാറിപ്പോകാൻ തയ്യാറാകാത്ത, നമുക്കറിയാം അന്നത്തെ കാലത്ത് കർത്താവിനെ ഈ കുരിശുമരത്തിലേക്ക് നയിക്കുമ്പോഴൊക്കെ ഒത്തിരിയേറെ പരിഹാസങ്ങൾക്കിടയിലൂടെയും അശ്ലീലമായ പല കമൻറ്റുകൾക്കിടയിലൂടെയൊക്കെയാണ് അവർ കർത്താവിനെ അനുഗമിച്ചത്. ഈ ഒരു ആത്മധൈര്യം പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ കുരിശുമരണത്തോളം കർത്താവിനെ അനുഗമിച്ച സ്ത്രീജനങ്ങൾ കുരിശുമരണത്തിന് ശേഷവും കല്ലറയിൽ സംസ്കരിച്ചതിന് ശേഷവുമൊക്കെ വീണ്ടും അതേ കല്ലറയിലേക്ക് പോയി ആ വിട്ടുപിരിയാത്ത ആത്മബന്ധത്തെ വെളിവാക്കുന്ന അവരുടെ പ്രവൃത്തികൾ. പക്ഷെ ഒരു കാര്യം മാത്രം പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോഴും അന്വേഷിക്കേണ്ടത് മരിച്ചുപോയ അല്ലെങ്കിൽ പീഡാസഹനമേറ്റ മരിച്ച കർത്താവിൽ ഒതുങ്ങി നിൽക്കാതെ ഉദ്ധിതനായ കർത്താവിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അതാണ് ഈ സുവിശേഷ ഭാഗങ്ങളെല്ലാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കർത്താവിനെ തിരിച്ചറിയുന്നില്ല, ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടവർ കർത്താവിനെ തിരിച്ചറിയുന്നില്ല. ഇത്രയേറെ കർത്താവിനെ അടുത്തനുഗമിച്ചിരുന്ന ഈ സ്ത്രീജനങ്ങളോ മഗ്ദലേന മറിയമോ കർത്താവിനെ തിരിച്ചറിയുന്നില്ല. കാരണം മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് കർത്താവ് ഉദ്ധിതനായത്. എന്നിട്ട് മറിയം എപ്പോഴാണ് കർത്താവിനെ തിരിച്ചറിയുന്നത്? കർത്താവ് അവളുടെ പേര് വിളിച്ചപ്പോൾ, മറിയം എന്ന് വിളിച്ചപ്പോൾ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു സംഭാഷണം, നമ്മൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അവർ ഹലോ കേൾക്കുമ്പോൾ നമുക്കറിയാം ആരാ വിളിക്കുന്നതെന്ന്. അതിൽ നമ്മളെ ചിലർ മാത്രം വിളിക്കുന്ന ചില കില്ലപ്പേരുകളോ ഓമന പേരുകളൊക്കെ ഉണ്ടാകും. മറ്റാരേക്കാൾ കൂടുതൽ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള പേര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അറപ്പായിരിക്കും, അകൽച്ചയായിരിക്കാം. ഇത് എന്തിനെങ്ങനെ വിളിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിളിക്കുന്ന ഒരു ഓമന പേര് വിളിക്കുമ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷവും സ്നേഹവും ഒരു ആത്മബന്ധത്തിൻ്റെയൊക്കെ ഒരു ഗന്ധം അതിനുണ്ട്. അവിടെ നമുക്കറിയാം ഞാൻ ആരുടെയൊക്കെ ജീവിതത്തിൽ സ്പെഷ്യലാണ്, ഞാൻ ആരുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടതാണ് ആർക്കൊക്കെയോ. അപ്പോൾ കർത്താവ് മറിയത്തെ ആ പേരെടുത്ത് വിളിക്കുമ്പോൾ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം തിരിച്ചറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞ അതേ കാര്യത്തിൽ മറിയം കർത്താവിനെ തിരിച്ചറിയുകയാണ്. മറിയം തിരിച്ചു പറയുന്നുണ്ട് റബ്ബോനി. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വാക്ക് സുവിശേഷങ്ങളിൽ കേൾക്കുന്നത് സാധാരണ റബ്ബി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ കുറേ കൂടി ആദരവ് നിറഞ്ഞതും എന്നാൽ വ്യക്തിപരവുമായ ഒരു അഭിസംബോധന അത് റബ്ബോനി. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആ ഒരു ശബ്ദത്തിൽ നിന്ന് മറിയം കർത്താവിനെ തിരിച്ചറിയുക. ഉത്തമഗീതം 3-ാം അധ്യായത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാതെ അന്വേഷിച്ചിട്ട് തേടിയിറങ്ങുന്ന പ്രിയതമയെ നമ്മൾ കാണുന്നുണ്ട്. അവനെ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ച് കണ്ടെത്തിയില്ല. വീണ്ടും പറയുകയാണ്, ഞാൻ അവനെ കണ്ടെത്തിക്കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. കർത്താവ് മറിയത്തോട് പറയുന്ന അടുത്ത കാര്യം ഇതാണ്, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളിലെ സ്നേഹത്തിന് ഒരു വളർച്ചയും പരിണാമവും ഒക്കെ ആവശ്യമാണ്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഒരു കുഞ്ഞു കിളിക്കുഞ്ഞിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹപ്രകടനം എങ്ങനെയാണ്? ആർക്കും കൊടുക്കാതെ ആ കുഞ്ഞു കിളിയെ നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം കിളിയാണ്, ഇത് എൻ്റെ മാത്രം കിളിയാണെന്നും പറയും. എന്നാൽ കുറേയും കൂടി പ്രായമായി കഴിയുമ്പോൾ നമുക്കറിയാം, എനിക്ക് ആ കുരുവിയോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണ്? ആ കുരുവിനെ തുറന്ന് ആകാശത്തിലേക്ക് പറക്കാൻ വിടുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു വ്യക്തിബന്ധങ്ങളിലെ സ്നേഹത്തിൻ്റെ പരിണാമം അതാ. സ്നേഹം പലപ്പോഴും സെൽഫിഷായി പോകുന്നിടത്ത്, എൻ്റെ മാത്രമാണ്, എൻ്റെ സ്വന്തമാണ്, എനിക്കുള്ളത് മാത്രമാണെന്ന് പറയുന്നിടത്ത്, സ്നേഹം പൊസസീവായി പോകുന്നിടത്ത് എപ്പോഴും ഒരു വീർപ്പുമുട്ടലും അസ്വസ്ഥതയൊക്കെ. യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നിറവിൽ വളരാൻ അനുവദിക്കുക, പുഷ്പിക്കാൻ അനുവദിക്കുക എന്നുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം. അത് ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്നേഹമായിക്കൊള്ളട്ടെ, മാതാപിതാക്കളും മക്കളോടുള്ള സ്നേഹമായിക്കൊള്ളട്ടെ, ഓരോ വ്യക്തിയെയും അവരുടെ ജീവിതത്തിൻ്റെ നിറവിലേക്ക് വളരാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. മറിയത്തോട് ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ നിൻ്റെ മാത്രം സ്വന്തമല്ല, ഞാൻ എല്ലാവർക്കുമായിട്ട്. അതാണ് ഇന്നത്തെ ആദ്യ വായനയിൽ പത്രോസ്ലീഹ പറയുന്നത്. കർത്താവ് ഒരൊറ്റ ആളുടെയോ ഒരൊറ്റ റേസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടരുടെ സ്വന്തമായൊരു ദൈവമല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാമായ കർത്താവാണത്. വിജാതിയർക്കും യഹൂദർക്കും വിജാതിയർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച കർത്താവാണ്. പ്രിയമുള്ളവരെ, ഈ മഗ്ദലേന മറിയത്തെ പോലെ നമുക്കും ഈശോയോടുള്ള നമ്മുടെ വ്യക്തിബന്ധം ഒന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. വിട്ടുകൊടുക്കാതെ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ കർത്താവിനെ ഞാൻ അന്വേഷിച്ചു പോകുന്ന, കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്ന, വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സ്നേഹം നമുക്കുണ്ടോ? നമ്മൾ ഓരോ പ്രാവശ്യവും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ നമ്മളിത് പറയുന്നതാ, എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി,
എനിക്ക് ആ കർത്താവിനെ തിരിച്ചു വേണം. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തുമ്പോൾ, കർത്താവിൽ നിന്ന് അകന്നുപോയതിൻ്റെ സങ്കടത്തോടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ കാണിക്കുന്നൊരു ആത്മബന്ധത്തിൻ്റെ ധൈര്യമത, എൻ്റെ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി കർത്താവിലേക്ക് എനിക്ക് തിരിച്ചു ചെല്ലണം. ആ ഉദ്ധിതനായ കർത്താവിനെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്വേഷിക്കാം. മഹത്വീകരിക്കപ്പെട്ട കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും എനിക്ക് തന്ന കർത്താവ്, ആ കർത്താവിനോടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ. മഗ്ദലേന മറിയത്തെ പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് തരുന്ന വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മറിയത്തെ പോലെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും ആദ്യം സുവിശേഷം പ്രഘോഷിച്ചത് മഗ്ദലേന മറിയ. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. നമ്മുടെ ജീവിതവും വ്യക്തിപരമായ ക്രിസ്തു അനുഭവങ്ങളിൽ നിന്നൊരു സുവിശേഷമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.